അപ്പൊ ഗൈസ് നമ്മളിന്ന് സവാള ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെന്ത് സാധനം എന്ന് വിചാരിക്കണ്ട, ഇതൊരു തമിഴ്നാട് റെസിപ്പിയാണ്. കാരണം ചോറിരിപ്പുണ്ട്, മീൻകറിനോട് എനിക്ക് ശത്രുതയുള്ളത് കൊണ്ട് ഞാൻ മീൻകറി കൂട്ടുന്നില്ല ഗൈസ്. എനിക്ക് സ്പെഷ്യൽ തിന്നണം. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചല്ല, ആരോ കണ്ടുപിടിച്ചൊരു റെസിപ്പിയാണ്. നമ്മളത് ട്രൈ ചെയ്യാൻ പോകുവാണ്. അപ്പൊ അതിന് വേണ്ടത് ഒരു 3 ചെറിയ സവാള എടുക്കണം. അത് കുനുകുന അരിയണം. മീഡിയം സൈസിലുള്ള 3 സവാളയാണ് കേട്ടോ ഞാൻ എടുത്തത്. അത് നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കണം. അങ്ങനെ നീണ്ട നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ ആ സത്യം മനസ്സിലാക്കാൻ വൈകിപ്പോയി. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ കിട്ടിയത് കുക്കറാണ്. അപ്പോൾ ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പാനിൽ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണേ. കുറച്ച് നല്ല ജീരകവും കുറച്ച് പെരുംജീരകവും കൂടെ കടുകും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാവേ. 3 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വേഗം വഴറ്റി കിട്ടാൻ വേണ്ടി ഉപ്പ് നേരത്തെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സാധനം മറന്നുപോയി, നമുക്ക് കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഇത്രയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇനിയാണ് നമ്മുടെ മെയിൻ കഥാപാത്രം. ആ ചോറൊന്ന് ഇട്ട് കൊടുത്തൊരു ഒറ്റ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരപ്പിൽ വെള്ളം കൂടുവാണെങ്കിൽ മാത്രം കുക്കർ ഒന്ന് ജസ്റ്റ് ഒരു വിസിലിന് വെയിറ്റ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നോൺ സ്റ്റിക്കിന്റെ പാനിൽ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒരു നൊസ്റ്റു ഫീൽ ഉണ്ട് കേട്ടോ. അടിപൊളി സാധനം. കറിച്ചട്ടിയിൽ ചോറ് കുഴച്ച് തിന്നുന്ന ആ ഒരു ഫീൽ.